ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഈ റിലേഷൻഷിപ്പിന്റെ മുന്നോട്ടേക്കുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ചിലവരുടെ കാര്യത്തിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തൊക്കെ മാറി നിൽക്കുന്ന അവസ്ഥയൊക്കെ ആണെങ്കിൽ, ഇതുവരെ അവര് നിങ്ങൾക്ക് വേണ്ടത്ര ഒരു പരിഗണന കാര്യങ്ങള് ഒന്നും തരാതിരുന്നതിനെ തുടർന്ന് നിങ്ങളിപ്പോൾ സൈലന്റ് ആയിട്ട് ചിലപ്പോൾ മാറിയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, വേദനയുണ്ട്, പക്ഷേ എങ്കിലും നിങ്ങൾ അതൊന്നും എക്സ്പ്രസ് ചെയ്യാത്ത രീതിയിൽ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സൈലന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഈ ഒരു നിശബ്ദമായ അവസ്ഥ നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഇമോഷണൽ ഫീലിങ്സ് ഏത് രീതിയിലാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗും ആണ്. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ ആ ഒരു പേരാണെന്നുണ്ടെങ്കിലും അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആ ഒരു നല്ല നല്ല മൊമെന്റ്സ്, കഴിഞ്ഞു പോയ നല്ല നല്ല മൊമെന്റ്സ് കാര്യങ്ങളെല്ലാം വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിക്ക് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പേജ് ഓഫ് സോർഡ്സ്, Four of Coins, High Priestess, Strength, Ace of Swords, Page of Wands, Ten of Coins, Six of Swords, Hermit Energy, Five of Coins, Tower Energy, Four of Swords, Sun Energy, Hanged Man, Ace of Cups, Eight of Cups, Star Energy, Queen of Swords. ബോട്ടം ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ നിശബ്ദമായിട്ടുള്ള ഈ ഒരു അവസ്ഥ നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഇമോഷണൽ ഫീലിങ്സ് ആണ്, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് ഇമോഷണലി ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അറ്റാച്ച്ഡ് ആവുന്നത്. നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ നോക്കുവാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളോട് ഒട്ടും സ്നേഹമില്ലാത്തൊരു വ്യക്തികളല്ല. പക്ഷെ ഇവരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇമോഷൻസ് ഒരു ലിമിറ്റിൽ കൂടുതൽ എക്സ്പ്രസ് ചെയ്യില്ല. അതുപോലെ ഭയങ്കരമായിട്ടൊരു സ്വാർത്ഥതാ മനോഭാവമുള്ള വ്യക്തികളാണ്. ഇവരുടെ ചിന്ത, ഇവർ ഒരുപാട് ഇമോഷൻസ്, സ്നേഹം നിങ്ങളിലേക്ക് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരല്ലാതെയായി പോകുമോ, അല്ലെങ്കിൽ ഇവർ ഇതുവരെ പടുത്തുയർത്തിയ ഇവരുടെ ആ ഒരു ഇമേജ് അതെല്ലാം തകർന്നു പോകുമോ, അങ്ങനെ ഒരുപാട് ഓവർ തിങ്കിങ് ഒക്കെ ചെയ്ത് ഒരു കോംപ്ലക്സ് ഒക്കെ കുറച്ചുള്ള ഒരു വ്യക്തികളാണ്. അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ്. അത് മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇപ്പൊ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇവരെ പൂർണ്ണമായിട്ടും നിങ്ങളെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞു എന്നൊരു ഫീൽ ആയിരിക്കാം നിങ്ങളുടെ ഉള്ളിലുള്ളത്. പക്ഷെ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നത് ഇവരെന്തായാലും കംപ്ലീറ്റ്ലി നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇവരിപ്പോഴും നിങ്ങളെ സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് എത്തണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു നിശബ്ദമായ അവസ്ഥ നിങ്ങളുടെ വ്യക്തിയിൽ അതൊരു ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ഇവർക്ക് പുറകെ എപ്പോഴും ഇവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക, അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക, എന്താണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്, അങ്ങനെ ഒരുപാട് നിങ്ങൾ പുറകെ നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോയിരുന്നപ്പോൾ
ഇവർക്ക് അതൊരു വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. കാരണം ഇവർ ഭയങ്കര disturbed ആയിട്ട് മാറിയിട്ടുണ്ട്. മാനസികപരമായിട്ട് ഭയങ്കരമായിട്ടൊരു വേദന അനുഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാ ഇവരിപ്പോ ചിന്തിക്കുന്നത് ഇവർക്ക് നിങ്ങളെ എന്തായാലും വേണം. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈഗോ കളഞ്ഞിട്ട് ഇവർ നിങ്ങളിലേക്ക് എത്തേണ്ടതായിട്ട് വരുമോ എന്നുള്ളൊരു ഫീലിങ്സ് ആണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. പക്ഷെ ഇവര് അങ്ങനെ എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങളായിട്ട് തന്നെ വീണ്ടും ഇവരുടെ ലൈഫിലേക്ക് ചെന്നിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹത്തോടു കൂടി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ എനർജിയിലേക്ക് വളരെ സ്ട്രോങ് ആയി നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ രീതിക്കും സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കണം എന്നൊരു ആഗ്രഹമൊക്കെ മനസ്സിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ ഈ ഒരു നിശബ്ദമായി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കാം അവർക്ക് റിലേഷൻഷിപ്പിന്റെ വാല്യൂ മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ഇനി അവരുടെ ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുക്കണം, കാര്യമായി പ്രവർത്തിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുവാണ്, രണ്ടുപേരും ഒരുപോലെ തന്നെ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെ റിലേഷൻഷിപ്പിനെ സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ഒക്കെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. ഒരുപക്ഷേ നിങ്ങളും അത് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം ഇവര് എക്സ്പ്രസ് ചെയ്യാത്തൊരു ഫീലിങ്സ് ഉള്ള വ്യക്തികളാണല്ലോ, ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്ത രീതികൾ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നിരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് നീതിപൂർവ്വം നിങ്ങൾക്ക് തരേണ്ട സ്നേഹത്തേക്ക് നിങ്ങൾക്ക് തരാനും എല്ലാ രീതിക്കും അത് പ്രകടമായിട്ട് തന്നെ നൽകി റിലേഷൻഷിപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യണം എന്നുള്ള ചിന്തകൾ, ആഗ്രഹങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിയിൽ വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം ഇവരുടെ ഇമോഷൻസ് ഏത് രീതിയിലാണ് എന്നുള്ളത്, അതായത് അവരുടെ ഇമോഷണൽ ഫീലിങ്സ്. ഇവിടെ നമുക്ക് പേജ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി എന്നുണ്ടെങ്കിൽ, കുറച്ച് നാളുകൾ എന്ന് പറയുമ്പോൾ വർഷങ്ങളോളം അല്ല, കുറച്ച് നാളുകൾ, ഇപ്പൊ ഒരു മാസം അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് ഇവരുടെ ഉള്ളിൽ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ പോലും, എന്ന് വെച്ചാൽ അവരുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി എടുത്ത് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളോടൊന്ന് സംസാരിക്കണം, ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഏത് രീതിയിലുള്ള ചിന്തകളാണ് നടക്കുന്നത് എന്നുള്ളത് ഇവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. ഇനി പൂർണ്ണമായി നിങ്ങൾ വിട്ടു പോകാനാണോ തീരുമാനിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിശബ്ദമായി നിൽക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നതുകൊണ്ട് ഇവരായിട്ട് തന്നെ എഫേർട്ട് എടുത്താലോ എന്നൊരു ചിന്ത ഇവരിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്ത് പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഇവരിപ്പോ ഒരു നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. മനസാക്ഷി അനുസരിച്ച്, സ്വന്തം മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കാൻ ചിന്തിക്കുന്നുണ്ട്. വളരെ ബുദ്ധിപൂർവ്വം കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നൊരു മെന്റാലിറ്റിയാണ്. ബുദ്ധിപൂർവ്വം എന്ന് പറയാൻ കാരണം ഈഗോ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അവരുടെ ഈഗോ ഇട്ട് പോകുന്നുമില്ല എന്ന് അവർ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തു എന്നുള്ള മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വരുത്തി തീർക്കാൻ ബുദ്ധിപൂർവ്വം ഒരു ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. നിങ്ങൾ അവരുടെ കൂടെ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നിങ്ങളുടെ പേഴ്സണിൽ ആ ഒരു മിസ്സിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് തോന്നുന്നത്. നിങ്ങൾ ഇത്രയും നാളും പുറകെ നടന്നപ്പോൾ അവർ ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ ലൈഫിൽ നിങ്ങൾ ആരായിരുന്നു എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു പോർഷൻ, അതായത് ഇവർ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ ഒരു നെടുന്തൂണായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് തന്നെ നിങ്ങളായിരുന്നു. നിങ്ങളാണ് ഇതിനെ നിലനിർത്തി കൊണ്ട് പോന്നിരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ സൈലന്റ് ആയി അല്ലെങ്കിൽ വീക്ക് ആയി നിൽക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ റിലേഷൻഷിപ്പിൽ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ നിങ്ങളെ അവർക്ക് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവർ എഫേർട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു കുടുംബം, അതായത് ഫാമിലി ലൈഫ് ഒക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നവരായിരിക്കാം. കാരണം നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ആ ഒരു ഫാമിലിനെയൊക്കെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുട്ടികൾ, കുടുംബം എല്ലാവരും ഉള്ളതായിരിക്കാം. ഇനി അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം, സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളും ആയിരിക്കാം. നിങ്ങളാണെന്നുണ്ടെങ്കിലും ഒരുമിച്ച് നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുമിച്ച് ഒരു സന്തോഷകരമായ രീതിയിൽ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോയവരും ആയിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ കൂടെ ഇല്ലാത്ത ഈ ഒരു സമയത്ത് അവർക്ക് ഭയങ്കരമായൊരു ഒറ്റപ്പെടൽ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി കിട്ടിയിരിക്കുന്ന ഒരു തിരിച്ചടിയാണ്. എന്ന് വെച്ചാൽ ഇവര് ഭയങ്കര ഈഗോ കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കര ഗമയില് ജാടയിലൊക്കെ നിന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ഇവരുടെ ലൈഫിൽ നിന്ന് മാറില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും സൈലന്റ് ആവില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തികളാണ്. പക്ഷെ നിങ്ങളുടെ ഈ ഒരു നിശബ്ദത ഇവർ ചിന്തിക്കുന്നത് പൂർണ്ണമായും വിട്ടു പോയോ എന്നുള്ള രീതിക്കാണ്. അപ്പൊ ഇവരുടെ ഉള്ളില് ഒരു ഭീതിയൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇമോഷൻസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവർക്ക് ഭയങ്കരമായൊരു മിസ്സിങ്ങും ഒറ്റപ്പെടലും അതോടൊപ്പം ഭയങ്കരമായൊരു ഭയവും കയറിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു തിരിച്ചടിയായി പോയത്. അതിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്.
അവർക്ക് ഏത് രീതിയിലാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല. നേരിട്ട് വന്ന് നിങ്ങളോട് നേരെ മിണ്ടണോ അതോ അവർ ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ വീണ്ടും വരുവോ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പും ഈ ഒരു വ്യക്തിയോട് ഇതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് സൈലന്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരു ലിമിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു സൈലൻസ് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങളായിട്ട് തന്നെ വീണ്ടും ഇവരിലേക്ക് പോകും, മിണ്ടും. നിങ്ങളായിട്ട് തന്നെ കൂടുതൽ എഫേർട്ട് എടുക്കും. അപ്പൊ ആ ഒരു ചിന്തയിലായിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് ഇത്രയും നാൾ നിന്നത്. അതായത് ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഈ രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കാനായിട്ട് തുടങ്ങിയത് ഈ ലേറ്റസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഭയങ്കരമായ ഒരു ഒറ്റപ്പെടൽ ഫീലിങ്സ്, ഒരു കുറ്റബോധം, ഒരു റിഗ്രറ്റ് ഫീല്, പറ്റിപ്പോയല്ലോ അല്ലെങ്കിൽ തെറ്റ് പറ്റിപ്പോയോ എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ തിരികെ പിടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യത്തിൽ ഒരു ജെന്യൂനിറ്റി നിലനിർത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞത്. അതായത് ഇമോഷൻസ് പ്രകടിപ്പിക്കാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ കാഴ്ചപ്പാടുകൾ മാറ്റം വന്നിട്ട് അവർ ചിന്തിക്കുകയാണ് ചില സമയത്ത് അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ മാത്രം സ്നേഹം വെച്ചിട്ട് കാര്യമില്ല. അത് പുറത്തേക്കും കൂടെ പ്രകടിപ്പിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എല്ലാ രീതിക്കും ഒരു സക്സസ് കൊണ്ടുവരണം എന്ന് വെച്ചാൽ ഇവരായിട്ട് തന്നെ കെടുത്തിക്കളഞ്ഞൊരു സന്തോഷമാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് അത് നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ട് തയ്യാറാണ്. വൈകാരികപരമായി നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം വേണം. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നുണ്ട്. എല്ലാ രീതിക്കും നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനായിട്ട് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സത്യസന്ധമായ രീതിയിൽ തന്നെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം എന്നുള്ള ചിന്താഗതികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കരമായ ഒരു സ്പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അപ്രതീക്ഷിതമായിട്ട് തിരിച്ചടി എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നഷ്ടപ്പെട്ടു പോയ സ്ട്രെങ്ത് വീണ്ടെടുക്കാനുള്ള തിരിച്ചടിയാണ്. എന്ന് വെച്ചാൽ ഇവരുടെ മാനസികപരമായിട്ടുള്ള ചിന്തകൾക്കൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ എല്ലാം പോകാൻ നിന്നിട്ട് പകുതി വെച്ച് നിന്നുപോയ ഒരു ബന്ധമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വെഡിങ് അല്ലെങ്കിൽ ആ ഒരു സെലിബ്രേഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്ന് വെച്ചാൽ ഇവരായിട്ട് എഫേർട്ട് എടുത്ത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹം ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ട്രസ്റ്റ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പറഞ്ഞു തീർത്ത് മുന്നോട്ടേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ അഴിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു സ്ട്രഗിളിങ്ങിലൂടെയാണ് പോകുന്നത്. ഒരു സ്മൂത്ത് ആയിട്ടുള്ള ജേണി അല്ലല്ലോ ആ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പൊ അതിനെയൊക്കെ ഒന്ന് വീണ്ടെടുക്കുക. എല്ലാ രീതിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കടന്നു വരാനായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് സർപ്രൈസ് ആയിട്ട് കടന്നു വരുന്നതിനോടൊപ്പം ഇവരുടെ മനസ്സിൽ ഇവർ അടച്ചു വെച്ചിരുന്ന പല കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാതിരുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവരുടെ ഇമോഷൻസിന്റെ ഒക്കെ ആ ഒരു വാതിലുകൾ അല്ലെങ്കിൽ ആ ഒരു ജനലുകൾ അത് അവർ നിങ്ങൾക്ക് വേണ്ടി തുറന്നിടുകയാണ്. കാരണം നിങ്ങൾ അങ്ങോട്ടേക്ക് കടന്നു വരണമെന്ന് അവരിപ്പോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഇമോഷൻസ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ അവരുടെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുടെ സ്നേഹത്തിൽ ജെന്യൂനിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ നിങ്ങളെ പോലെ ഒരു പാർട്ട്ണറെ ഒരു പക്ഷെ അവർക്ക് കിട്ടില്ല എന്നൊരു തോന്നൽ വന്നുകൊണ്ട് തന്നെ ആയിരിക്കണം. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും സ്നേഹത്തിന്റെ തീവ്രതയൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. ഒരു സമയത്ത് നിങ്ങളോട് ഇമോഷൻസ് പ്രകടിപ്പിക്കാതിരുന്നത് ഇവരുടെ മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്ന ഈഗോ തന്നെയാണ്. ഭയങ്കരമായ ഒരു ഈഗോ ഉള്ള വ്യക്തികളാണ്. ചിലപ്പോൾ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ നോക്കുന്നവരായിരിക്കാം, കീപ്പ് ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ലോങ് ഡിസ്റ്റൻസിനൊക്കെ ഒരു മാറ്റം വരണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൂരെ ദൂരെ നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് ഇനി നിന്ന് ആ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് ലോങ് ടേം ആയിട്ട് നിങ്ങൾ അവരുടെ കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ എന്താണോ വേണ്ടത് അതൊക്കെ ചെയ്യണം. നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ട് പോവുക, നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ തിരിച്ച് കൂട്ടിക്കൊണ്ട് പോവുക എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. വളരെ ട്രൂ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്രണയം, ഒരു സ്നേഹം, ഒരു അട്രാക്ഷൻ ഇതൊക്കെ നിങ്ങളോട് തോന്നുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ വിട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഇമോഷണലി അവര് നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഒരു റൊമാൻസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സർപ്രൈസ് ആയിട്ട് നിങ്ങളെ കാണാൻ വരണം എന്നൊരു ചിന്തകളൊക്കെ വന്നിരിക്കുന്നത്. പെയിൻ ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പെയിൻ എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ എഫേർട്ട് എടുക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇവരിൽ ആ ഒരു പെയിൻ വരുന്നത്.
എന്ന് വെച്ചാൽ ഇവർക്ക് ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ പൂർണ്ണമായും വിട്ടുപോയതാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? ഇതുവരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇതിന് മുമ്പ് നിങ്ങൾ മിണ്ടാതിരുന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളായിട്ട് തന്നെ അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് അങ്ങനെയല്ല. നിങ്ങൾ സൈലന്റ് ആയിട്ട് ചിലപ്പോൾ കുറച്ച് നാളുകൾ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. പക്ഷെ അവർക്ക് ഒരു ക്ലാരിറ്റി വരുന്നില്ല അപ്പോ. നിങ്ങൾ വരും എന്ന് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു എഫേർട്ടും ഇല്ല. ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അവരായിട്ട് തന്നെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അവർക്ക് വേണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേണം എന്നുള്ള രീതിക്ക്. അതുപോലെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അഴിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ ഒരു കാര്യങ്ങൾ അതെല്ലാം വീണ്ടും ഒന്ന് സെറ്റ് ചെയ്യണം. വളരെ നല്ല രീതിക്ക് തന്നെ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബൗണ്ടറീസോ കാര്യങ്ങളോ ഒക്കെ വെച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇവരൊരു ബൗണ്ടറീസ്, ഇവരുടെ ഒരു ലിമിറ്റിൽ കൂടുതൽ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെയൊക്കെ വെച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ അവർക്കൊരു കുറ്റബോധം ഇപ്പൊ തോന്നുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി, ആ ഒരു ബൗണ്ടറി ഒക്കെ മാറ്റി എല്ലാ രീതിക്കും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരിക. അതുപോലെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റോ കാര്യങ്ങളോ ഒക്കെ റിലേഷൻഷിപ്പിന്റെ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവർ ഓർക്കുന്നുണ്ട്, എടുത്തു വെച്ച് നോക്കുന്നുണ്ട്, ഭയങ്കരമായ ഒരു മിസ്സിംഗ് ഒക്കെ തോന്നുന്നുണ്ട്. അപ്പൊ വീണ്ടും നിങ്ങളെ കാണാൻ വരുമ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്കൊരു സർപ്രൈസ് തരണം. അവരുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലുള്ള ആ ഒരു സ്നേഹത്തെ അത് നിങ്ങൾക്ക് തന്നെ നൽകണം എന്നൊരു ചിന്താഗതിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ഒരു സമയം നിങ്ങളെ എങ്ങനെയാണോ പ്രപ്പോസ് ചെയ്തത് അതുപോലെയൊക്കെ തന്നെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവർ ഭയങ്കരമായിട്ട് ഇമോഷൻസ് നോക്കുവാണെങ്കിൽ ഒരു റൊമാൻറ്റിക് ഫീലിലൊക്കെ നിൽക്കുന്ന വ്യക്തികളായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇതുവരെ അവർ പുറത്തേക്ക് പ്രകടിപ്പിക്കാതിരുന്നത് അവർക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഭയങ്കരമായ ഒരു ഈഗോ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇവർക്ക് പ്രണയിക്കാൻ അറിയാത്തവരോ സ്നേഹിക്കാൻ അറിയാത്തവരോ അല്ല. എന്നാൽ ഇപ്പോ നിങ്ങളുടെ ഈ ഒരു തീരുമാനം, ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും ഓർത്തായിരിക്കില്ല സൈലന്റ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് വേദനകൾ ഒരുപാട് നേരിട്ടതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ആ ഒരു തീരുമാനം ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോ നിങ്ങൾ സൈലന്റ് ആയിട്ടല്ല നിൽക്കുന്നത്, അതിനു വേണ്ടി തയ്യാറെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതനുസരിച്ച് കണക്ട് ചെയ്യാം. നിങ്ങളുടെ പേഴ്സണൽ എനർജി ആയിട്ട് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, റെസനേറ്റ് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ഇതുവരെ കെട്ടിവെച്ചിരുന്ന ആ ഒരു സ്നേഹമൊക്കെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് വരികയാണ്. നിങ്ങളിലേക്ക് ഒരു അപ്പോളജി നടത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഭയങ്കരമായ ഒരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. മനസ്സുകൊണ്ട് എല്ലാ രീതിക്കും നിങ്ങൾ എത്രയും വേഗം കടന്നു വരണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്ത ഈ ഒരു സമയം അവർക്ക് ഭയങ്കരമായിട്ടൊരു ഹേർട്ട് ബ്രേക്ക് ആണ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിന് ഭയങ്കരമായ ഒരു വേദന ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് അവർ ഒരുപക്ഷെ ഫസ്റ്റ് ടൈം ആയിരിക്കും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം എപ്പോഴും നിങ്ങളാണല്ലോ എഫേർട്ട് എടുക്കാറ്. അപ്പൊ അവരുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എത്രത്തോളം നിങ്ങളെ വേണ്ടാന്ന് വെച്ച് അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തിയവരാണെന്നുണ്ടെങ്കിലും ഇപ്പോ നിങ്ങളെ അവഗണിക്കേണ്ടി വന്നതിൽ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വന്നതിൽ നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ സ്വയം വേദനിച്ചു തുടങ്ങിയിരിക്കുകയാണ്. തിരിച്ചു വരിക എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തുക അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു സാഹസികപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് തന്നെയാണ് ഇവർ നോക്കി കാണുന്നത്. കാരണം കൺവിൻസ് ചെയ്തെടുക്കണം. ഇതുവരെ അവരതിനെ ട്രൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടില്ല. കൺവിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവര് ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നത്. പക്ഷേ എങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അവരുടെ ഒരു ഡെസ്റ്റിനി ആയിട്ട് നിങ്ങളെ കണ്ടിട്ട് അവർ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് സീക്രട്ട് ആയിട്ടൊക്കെ വെച്ചവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സീക്രട്ട് ആയിട്ട് വെച്ച കാര്യങ്ങൾ അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് തുറന്ന് സംസാരിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു സക്സസ്, സന്തോഷം, സമൃദ്ധി എല്ലാം കൊണ്ടുവരണം. ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ഫ്രണ്ട് ആയിട്ട് കൂടെ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തുറന്ന് ഇവര് എക്സ്പ്രസ് ചെയ്യാൻ തയ്യാറാവുകയാണോ എന്നൊരു കാര്യം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റിലാക്സേഷൻ ആയിരിക്കാം നിങ്ങൾക്ക്. നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളായിരിക്കാം. ഇവരൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നുള്ളതൊക്കെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ ആ ഒരു രീതിയിലൊക്കെ ഇവിടെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു സമയത്ത് ഇവർ എത്രത്തോളം മാറ്റി നിർത്തിയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അതിനകത്ത് ഒരു കുറ്റബോധം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് എല്ലാ രീതിക്കും ഒരു പ്രകാശമായിട്ടാണ് ഒരു സമയത്ത് ഇവർ കടന്നു വന്നിരുന്നത്. എന്നാൽ അതേ പ്രകാശം ഇവരായിട്ട് തന്നെ കെടുത്തി മാറിപ്പോയിരിക്കുകയും ചെയ്തു. നിങ്ങളാണെങ്കിലും ചിലപ്പോൾ ഈ ഒരു പേഴ്സണിലേക്ക് ഭയങ്കരമായിട്ടൊരു അഡിക്റ്റഡ് ഒക്കെ ആയിരിക്കാം. അഡിക്റ്റഡ് എന്ന് പറയുമ്പോൾ അത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തികളായിരിക്കാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ അത്രത്തോളം എഫേർട്ട് എടുത്തിരുന്നതും.
അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഇമോഷണലി ഭയങ്കര വീക്ക് ആയിട്ട് കാണുന്നുണ്ട്, പെയിൻ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ബുദ്ധിപൂർവ്വം ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി സത്യസന്ധമായിട്ടുള്ള രീതിയിൽ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് വീണ്ടെടുക്കുക. വൈകാരികപരമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ചാപ്റ്റർ, ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം, അത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഒരു ആഗ്രഹമായിട്ട് ഇവിടെ മാറിയിരിക്കുന്ന സമയമാണിത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ എത്രത്തോളം കണക്ട് ചെയ്യാനായിട്ട് ക്ലൂസിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉത്രം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. എ എന്നൊരു ലെറ്റർ, കൊല്ലം, എം എന്നൊരു ലെറ്റർ, പുണർദം, 25, ലിയോ, 32, ഡി എന്നൊരു ലെറ്റർ, ഉത്രിട്ടാതി, എസ് എന്നൊരു ലെറ്റർ, 28, ജെമിനി, കാപ്രിക്കോൺ, 37, പാലക്കാട്, എറണാകുളം, 44, എം എന്നൊരു ലെറ്റർ, പി എന്നൊരു ലെറ്റർ, പി എന്നൊരു ലെറ്റർ. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് ഒക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പി വീണ്ടും വന്നിട്ടുണ്ട്, 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. എം വന്നിട്ടുണ്ട്. ഒ എന്നൊരു ലെറ്റർ, ഡിസംബർ. പി വീണ്ടും വന്നിട്ടുണ്ട്. 3 എന്നൊരു നമ്പർ, 22, തൃശൂർ, ഇടുക്കി. ബി എന്നൊരു ലെറ്റർ, എ എന്നൊരു ലെറ്റർ, ഉത്രം. എ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, എം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ക്ലൂസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റീഡിംഗ് ആയിട്ടും കിട്ടിയിരിക്കുന്നത്. അപ്പൊ റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നവരെ തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു എനർജിയെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിനോട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്, ക്ലെയിം ചെയ്തുകൊണ്ട് തന്നെ. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.